അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖവും സമാധാനവും സന്തോഷവും ഹെയറും ബർക്കത്തും നിറഞ്ഞ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഞാനൊരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പല സൈസ് ബിരിയാണികളൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒന്ന് ഹൈദരാബാദി ഉണ്ടാക്കി ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കിയെടുക്കുക, വീഡിയോ ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനിതാ 1 കിലോ കോഴി കാലും അതിൻ്റെ എല്ലോട് കൂടിയുള്ള ഭാഗങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് ഏറ്റവും ടേസ്റ്റ് അങ്ങനെയാണ്. അതിനകത്തുള്ള നെയ്യൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 2 രീതിയിൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു വെറൈറ്റി രീതിയാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാം. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് കൂടുതലാട്ടോ ഇതിന്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് സെല്ല ഗോൾഡ് റൈസാണ് എടുത്തേക്കണം. അത് കഴുകി സോക്ക് ചെയ്യുക. 2 വലിയ സൈസ് സവാള കേട്ടോ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഞെരടി അതിനൊക്കെ ഒറ്റയായിട്ട് മാറ്റിയതിന് ശേഷം ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്ക് നമ്മൾ ചേർക്കുന്നത് സവാള പൊരിച്ചിട്ടാട്ടോ, പച്ച സവാള ചേർക്കുന്നില്ല, സവാള പൊരിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടാനായിട്ട് അത് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത് 10 മിനിറ്റ് 10-20 മിനിറ്റ് നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ എടുത്ത് ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൈരൊക്കെ നല്ല പുളിക്കാത്ത തൈരായിരിക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് ഇതേപോലെ ഇളക്കി നല്ല പോലെ കൂട്ടി വെക്കുക. ഒരു 10-20 മിനിറ്റ് കൂടിയ ഒരു മണിക്കൂർ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതല്ല, ചിക്കനൊന്നും അങ്ങനെ പെട്ടെന്ന് വേവത്തില്ല. ഇത് നല്ലപോലെ ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കൈകൊണ്ട് ഞെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. അതിനാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഇതിപ്പോൾ എൻ്റെ 20 മിനിറ്റോളം ആയത് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് നെയ്യാട്ടോ ചേർക്കുന്നത്, വെളിച്ചെണ്ണയല്ല, നെയ്യ്. വെളിച്ചെണ്ണയിലാണ് സവാള പൊരിച്ച് കോരി. അപ്പോൾ അപ്പോഴത്തേക്കും അത് റെഡിയായി വന്നപ്പോഴത്തേക്കും നമുക്ക് റൈസ് തയ്യാറാക്കണം. റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പട്ട, 2 പട്ട, 1 കഷ്ണം പട്ട, 2 ഏലക്ക, 2 കരയാമ്പൂ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വേവിക്കരുത്, 3/4 ഭാഗം വേവാക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അത് ദം ചെയ്യണമല്ലോ. അപ്പോൾ അതിപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ചിക്കൻ ഗ്രേവി ആക്കണ്ടേ. ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിതാ കുഞ്ഞുള്ളിയും അതിൻ്റെ കൂടെ എല്ലാ മസാലകളും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ സാധാരണ ഇറച്ചിക്ക് ചേർക്കുന്ന എല്ലാം ചേർത്ത്, പിന്നെ കുരുമുളക് പൊടിയും നമ്മുടെ മസാല, ചിക്കൻ മസാലയും കൂടി ചേർത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാകുമ്പോൾ അടിപൊളിയാണ്. തയ്യാറാക്കി ഇത് ദമ്മിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി.